ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്നവരെ, ഇന്ന് മാർത്തോമാ ശ്ലീഹായുടെ ദുഃഖാന തിരുനാൾ. ദുഃഖാന തിരുനാളിൻ്റെ എല്ലാ മംഗളാശംസകളും ഏവർക്കും നേരുന്നു. ദുഃഖാന എന്ന പദത്തിൻ്റെ അർത്ഥം ഓർമ്മ, അനുസ്മരണം എന്നിങ്ങനെയാണ്. ഇതിനെക്കുറിച്ചുള്ള ഓർമ്മയാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയും തോമാ ശ്ലീഹായുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ഓർമ്മയാണ് പ്രധാനമായും മാർത്തോമാ നസ്രാണികൾ ആചരിക്കുന്നത്. നമ്മൾക്ക് അറിയാവുന്നതുപോലെ 16-ാം നൂറ്റാണ്ട് വരെ ഭാരതത്തിൽ ഏക ശ്ലൈഹിക സഭ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സഭ മാർത്തോമായാൽ സ്ഥാപിതമായതാണ്. AD 52 മുസിരിസ് എന്ന സ്ഥലത്ത്, അതായത് ഇന്നത്തെ കൊടുങ്ങല്ലൂരിൽ, മാർത്തോമാ ശ്ലീഹ കപ്പലിറങ്ങി എന്നാണ് പാരമ്പര്യം. അനേകരെ ക്രിസ്ത്യാനികളാക്കി 7 സഭകൾക്ക് രൂപം കൊടുത്തു. AD 72 ഇന്നത്തെ തമിഴ്നാട്ടിൽ മദ്രാസിനടുത്തുള്ള മൈലാപ്പൂരിൽ രക്തസാക്ഷിത്വം വരിച്ചു. ആ രക്തസാക്ഷിത്വം വരിച്ചതിൻ്റെ ഓർമ്മയായിട്ടാണ് മാർത്തോമാ ക്രിസ്ത്യാനികൾ ജൂലൈ 3 ദുഃഖാനയായി ആചരിക്കുന്നത്. അന്ന് ക്രിസ്തീയ സമൂഹത്തിന് ക്രിസ്തുമതം അവരുടെ ജീവിത മാർഗമായിരുന്നു. പിതാവായ ദൈവത്തിൽ ചെന്നെത്തുന്നതിന് ഈശോ മിശിഹായുടെ പെസഹാരഹസ്യത്തിലൂടെ കൈവരിച്ച, അല്ലെങ്കിൽ സാക്ഷാത്കരിച്ച നിത്യ രക്ഷയുടെ മാർഗമായിരുന്നു അത്. എല്ലാവരുടെയും ഹൃദയത്തിൽ സുവിശേഷത്തിൽ തോമാ ശ്ലീഹ പറഞ്ഞ ചില വാക്കുകൾ നിറഞ്ഞു നിൽപ്പുണ്ട്. അവനെ കാണാതെയല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് പറയുന്നതും, ഈശോ വീണ്ടും പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമാ ശ്ലീഹയുടെ നിന്റെ വിരലുകൾ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ തന്നെ തോമാ ശ്ലീഹ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് നിലവിളിച്ച് തൻ്റെ വിശ്വാസം വെളിപ്പെടുത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. തോമാ ശ്ലീഹയുടെ വിശ്വാസ ചൈതന്യത്തിലും വിശുദ്ധിയുടെ മാർഗത്തിലൂടെയും നമുക്ക് ചരിക്കുവാൻ പ്രത്യേകമായി ശ്രദ്ധിക്കാം. തോമാ ശ്ലീഹ മറ്റ് രാജ്യങ്ങളുടെയും അപ്പസ്തോലനാണ്. അവസാനമായിട്ടാണ് ഭാരതത്തിൽ പ്രേക്ഷിത പ്രവർത്തനത്തിനായിട്ട് എത്തിച്ചേർന്നത്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് തോമാ ശ്ലീഹ വിളിച്ചതുപോലെ നമ്മൾക്ക് നമ്മുടെ കർത്താവിനെ എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ എന്ന് വിളിക്കാം. മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് വിശുദ്ധിയുടെ മാർഗത്തിലൂടെ പിന്തുടരുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായി.